അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 26 വെള്ളിയാഴ്ച. മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള ഫോട്ടോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിന് കോൺഗ്രസ് നേതാവിനെതിരെ കേസ്. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N. സുബ്രഹ്മണ്യനെതിരെയാണ് കോഴിക്കോട് ചേവായൂർ പോലീസ് കേസെടുത്തത്. പിണറായിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ അഗാധമായ ബന്ധമുണ്ടാകാൻ കാരണം എന്തായിരിക്കും എന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിനാണ് കലാപശ്രമത്തിന് കേസെടുത്തിരിക്കുന്നത്. ശബരിമലയിൽ മാത്രമല്ല, തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യനിധി കൊള്ളയടിക്കാനും അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയ ലക്ഷ്യമിട്ടിരുന്നതായി ആരോപിച്ച് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ശബരിമലയിലെ യഥാർത്ഥ തൊണ്ടി മുതൽ എവിടെയാണെന്ന് വ്യക്തമാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. N. വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്ത് പുരാവസ്തുക്കൾ ലേലം ചെയ്യാൻ നടന്ന നീക്കം താൻ പ്രതിപക്ഷ നേതാവായിരിക്കെ ഇടപെട്ട് തടഞ്ഞതാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ കോൺഗ്രസിനെതിരെ തുടർന്നും രാഷ്ട്രീയ ആയുധമാക്കാൻ CPM. തന്ത്രപ്രധാനമായ സുരക്ഷയുള്ള സോണിയാഗാന്ധിയെ പോറ്റി എങ്ങനെ നേരിൽ കണ്ടുവെന്നും ഈ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ കോൺഗ്രസ് വ്യക്തമാക്കണമെന്നുമാണ് CPM മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള കൂടിക്കാഴ്ചയിൽ അടൂർ പ്രകാശ് കൃത്യമായ മറുപടി പറയണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അടൂർ പ്രകാശ് മറുപടി പറയാത്തതിനാൽ സംഭവങ്ങളിൽ കൂടുതൽ ദുരൂഹതയേറുന്നുവെന്നും പോറ്റിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഫോട്ടോ AI നിർമ്മിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ആരോപണത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി അടൂർ പ്രകാശ്. ആറ്റിങ്ങൽ MP ആയപ്പോൾ പോറ്റി തന്നെ വന്നു കണ്ടിരുന്നുവെന്നും മണ്ഡലത്തിലെ ഇടതുപക്ഷ MLAയും കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്നുവെന്നും തന്നെ വന്ന് കാണും മുമ്പ് പോറ്റി കണ്ടത് മുഖ്യമന്ത്രിയാണെന്നും സോണിയാഗാന്ധിയെ കാണാൻ പോറ്റിയെ കൊണ്ടുപോയത് താനല്ലെന്നും അടൂർ പ്രകാശ് വ്യക്തമാക്കി. D. മണിയെയും സംഘത്തെയും പരിചയപ്പെടുത്തിയത് ജയലളിതയുമായി ബന്ധമുള്ളവരെന്ന് പ്രവാസി വ്യവസായിയുടെ മൊഴി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ കടത്താനും നീക്കമെന്നും SITയോട് വെളിപ്പെടുത്തൽ. അതേസമയം സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടെന്ന് പ്രവാസി വ്യവസായി ആരോപിച്ച D. മണിയെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. D. മണി ഡിണ്ടിഗൽ സ്വദേശിയായ ബാലമുരുകനാണെന്നാണ് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നത്. ഇടനിലക്കാരനായ ശ്രീകൃഷ്ണനെയും SIT തിരിച്ചറിഞ്ഞു. ക്രിസ്മസ് ദിനത്തിൽ ക്രൈസ്തവ ദേവാലയത്തിലെ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിലെ CNI സഭ ദേവാലയത്തിൽ ക്രൈസ്തവ സമൂഹത്തിലെ നൂറുകണക്കിന് വിശ്വാസികൾക്കൊപ്പം പ്രാർത്ഥനകളിൽ പങ്കുചേർന്ന പ്രധാനമന്ത്രി സഭയുടെ ക്രിസ്മസ് ഗാനാലാപനത്തിലും ശുശ്രൂഷകളിലും സന്നിഹിതനായി. ഡൽഹി ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ പോൾ സ്വരൂപിന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും ചടങ്ങിൽ നടന്നു. 2025 ക്രിസ്മസ് അഭൂതപൂർവമായ ഉത്കണ്ഠയോടെയാണ് കടന്നുപോകുന്നത് എന്നത് വേദനാജനകമാണെന്ന് കോൺഗ്രസ് MP ശശി തരൂർ. പ്രാദേശികമായി ഉണ്ടായ ചില അനിഷ്ട സംഭവങ്ങളും ദേശീയ തലത്തിൽ വർദ്ധിച്ചുവരുന്ന അസഹിഷ്ണുതയുമാണ് ഇതിന് കാരണമെന്ന് ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കി. ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുമ്പോൾ ഭൂരിപക്ഷം നിശബ്ദരായ കാഴ്ചക്കാരായി നിന്നാൽ സമാധാനം നിലനിൽക്കില്ലെന്നും അതുകൊണ്ടാണ് ഈ ക്രിസ്മസ് നാളിൽ താൻ ഇതേക്കുറിച്ച് സംസാരിക്കുന്നതെന്നും തരൂർ പറഞ്ഞു. ക്രൈസ്തവർക്കെതിരായ അതിക്രമത്തിൽ ക്രിസ്മസ് ദിനത്തിൽ ആശങ്കകൾ പങ്കുവച്ച് സംസ്ഥാനത്തെ സഭാ മേലധ്യക്ഷന്മാർ. വെറുപ്പുണ്ടാക്കുന്നവരുടെ ഹൃദയത്തിലും വെളിച്ചം വീശട്ടെയെന്ന് കർദിനാൾ ക്ലിമിസ് കത്തോലിക്ക ബാവ പറഞ്ഞു. ഇന്ത്യയെ മതരാഷ്ട്ര പട്ടികയിലേക്ക് മാറ്റാൻ ആരോ ശ്രമിക്കുകയാണെന്ന് സിറോ മലബാർ സഭ പ്രതികരിച്ചു. ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ നടന്ന അതിക്രമ സംഭവങ്ങൾ BJPയുടെ തലയിൽ വയ്ക്കാൻ കോൺഗ്രസും CPMഉം നോക്കുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ. എല്ലാവർക്കും ആഘോഷിക്കാൻ അവകാശമുണ്ടെന്നും അതിക്രമം നടത്തിയവർക്കെതിരെ നടപടി വേണമെന്നും 140 കോടി ജനങ്ങളിൽ വട്ടുള്ള ചിലർ ഉണ്ടാകാമെന്നും ആക്രമണം നടത്തിയവർക്ക് വട്ടാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു.
ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണം ഭരണഘടനയ്ക്കും മതനിരപേക്ഷതയ്ക്കും എതിരായ വെല്ലുവിളിയാണെന്ന് മന്ത്രി പി രാജീവ്. ക്രിസ്മസ് കേക്കുമായി ചെന്ന ആളുകൾ കരോൾ കണ്ടാൽ ആക്രമിക്കുന്ന രീതിയിലേക്ക് മാറിയെന്നും മന്ത്രി പറഞ്ഞു. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്. സംസ്ഥാനത്ത് കോർപ്പറേഷനുകളിലെ മേയർ, ഡെപ്യൂട്ടി മേയർ, മുനിസിപ്പാലിറ്റികളിലെ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺസ് പദവികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന്. മേയർ, ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പുകൾ രാവിലെ 10:30-ക്കും ഡെപ്യൂട്ടി മേയർ, വൈസ് ചെയർപേഴ്സൺ തുടങ്ങിയ തെരഞ്ഞെടുപ്പുകൾ ഉച്ചയ്ക്ക് 2:30-ക്കുമാണ്. പഞ്ചായത്തുകളിൽ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നാളെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP മേയർ സ്ഥാനാർത്ഥിയായി VV രാജേഷിനെ പ്രഖ്യാപിച്ചു. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന അടിയന്തര യോഗത്തിന് ശേഷമാണ് തീരുമാനം. ആശാനാഥ് ആണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാനത്ത് ചരിത്ര വിജയം നേടിയ BJP ഒടുവിൽ കേവല ഭൂരിപക്ഷവും ഉറപ്പിച്ചു. കണ്ണമ്മൂല വാർഡിൽ നിന്ന് സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച പാറ്റൂർ രാധാകൃഷ്ണൻ പിന്തുണ പ്രഖ്യാപിച്ചതോടെയാണ് BJP കേവല ഭൂരിപക്ഷം ഉറപ്പിച്ചത്. മേയർ സ്ഥാനാർത്ഥിയായി VV രാജേഷിനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പാറ്റൂർ രാധാകൃഷ്ണൻ പിന്തുണ പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ തിരുവനന്തപുരത്തെത്തും. വികസിത അനന്തപുരി എന്ന ലക്ഷ്യത്തോടെയുള്ള തിരുവനന്തപുരം കോർപ്പറേഷന്റെ വികസന രേഖ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും. ജനുവരി അവസാനത്തോടെയാകും മോദി എത്തുക. കൗൺസിലർമാരുമായും പ്രത്യേകം കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. കൊച്ചി മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ട് പരിഭവം അവസാനിപ്പിച്ച് ദീപ്തി മേരി വർഗീസ്. മേയർ സ്ഥാനത്തേക്ക് പാർട്ടി തീരുമാനിച്ച VK മിനിമോൾക്കും ഷൈനി മാത്യുവിനും പിന്തുണയർപ്പിച്ചുകൊണ്ട് ദീപ്തി രംഗത്തെത്തി. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ദീപ്തിയുടെ പിന്തുണ. പാലക്കാട് നഗരസഭയിൽ നിർണായക നീക്കവുമായി BJP. P. സ്മിതേഷ് ചെയർമാൻ സ്ഥാനാർത്ഥിയും T. ബേബി വൈസ് ചെയർപേഴ്സണുമാവും. മുരുകണി വാർഡിൽ നിന്നാണ് P. സ്മിതേഷ് ഇത്തവണ ജയിച്ചത്. നിലവിൽ BJP ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. അതേസമയം ചെയർമാൻ സ്ഥാനത്തേക്ക് കൂടുതൽ സാധ്യതയുണ്ടായിരുന്ന സംസ്ഥാന ട്രഷറർ E. കൃഷ്ണദാസിനെ അവസാന നിമിഷം മാറ്റിയെന്നാണ് വിവരം. ഷൊർണൂർ നഗരസഭയിൽ ഇടത് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച് വിജയിച്ച സ്വതന്ത്ര P. നിർമ്മല ഷൊർണൂർ നഗരസഭ ചെയർപേഴ്സണാകും. CPM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടായത്. ഏരിയ കമ്മിറ്റിയുടെ തീരുമാനം ഇടതു മുന്നണിയുടെ ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു. പാലാ നഗരസഭയിലെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് നിലപാട് വ്യക്തമാക്കി പുളിക്കക്കണ്ടം കുടുംബം. UDFനായിരിക്കും പുളിക്കക്കണ്ടം കുടുംബത്തിന്റെ പിന്തുണ. ഒരാഴ്ചയിലധികം നടന്ന ചർച്ചയ്ക്കൊടുവിലാണ് കുടുംബം അന്തിമ തീരുമാനത്തിലെത്തിയത്. ചർച്ചയിൽ പുളിക്കക്കണ്ടം കുടുംബം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ UDF അംഗീകരിക്കുകയായിരുന്നു. UDFനും തനിച്ചു ഭരിക്കാൻ ഭൂരിപക്ഷമില്ലാത്ത പാലാ നഗരസഭയിൽ ബിനു പുളിക്കക്കണ്ടവും മകൾ ദിയയും സഹോദരൻ ബിജുവുമാണ് ഒരു കുടുംബത്തിൽ നിന്ന് സ്വതന്ത്രരായി മത്സരിച്ച് വിജയിച്ചത്. ആദ്യ 2 വർഷം 21 വയസ്സുകാരിയായ ദിയ പുളിക്കക്കണ്ടത്തിന് ചെയർപേഴ്സൺ സ്ഥാനം നൽകിയാണ് UDF പിന്തുണ ഉറപ്പാക്കിയത്. ഇതോടെ പാലാ നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി കേരള കോൺഗ്രസ് M പ്രതിപക്ഷ സ്ഥാനത്തെത്തി എന്ന പ്രത്യേകതയുമുണ്ട്. കോഴിക്കോട് തിരുവമ്പാടി പഞ്ചായത്തിൽ UDFനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് വിമതൻ ജിതിൻ പല്ലാട്ട് പ്രസിഡന്റാകും. ഇടത് വലത് മുന്നണികൾ അംഗബലത്തിൽ തുല്യ നിലയിലായതോടെയാണ് ഇവിടെ കോൺഗ്രസ് വിമതന്റെ നിലപാട് നിർണായകമായത്. ഭരണസമിതിയുടെ ആദ്യ 2.5 വർഷം ജിതിൻ പല്ലാട്ടും ബാക്കി കാലയളവിൽ കോൺഗ്രസ് പ്രതിനിധിയും അധ്യക്ഷനാകാനാണ് ധാരണ. കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലെ അഗത്തിയിലേക്കുള്ള അലയൻസ് വിമാനം തുടർച്ചയായ 2ാം ദിവസവും റദ്ദാക്കി. ഇന്നലെ രാവിലെ 9:15 പുറപ്പെടേണ്ടിയിരുന്ന വിമാനം സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞാണ് റദ്ദാക്കിയത്. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിക്ക് വിമാനം പുറപ്പെടുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും യാത്രക്കാരെത്തിയപ്പോഴേക്കും റദ്ദാക്കിയതായി അറിയിക്കുകയായിരുന്നു. വാളയാർ ആൾക്കൂട്ട കൊലക്കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. അട്ടപ്പള്ളം സ്വദേശി ഷാജിയാണ് അറസ്റ്റിലായത്. ഇയാൾ ഒളിവിലായിരുന്നു. മർദ്ദനത്തിൽ പങ്കെടുത്തുവെന്നാണ് നിഗമനം. കേസിൽ ഇതുവരെ 8 പേരാണ് അറസ്റ്റിലായത്. മോഷ്ടാവാണെന്നാരോപിച്ചാണ് ആൾക്കൂട്ടം ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനാരായണനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്.
വരുന്നു ഡാൻഡ്രഫ് എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും കാണാൻ ഉന്നാവ് പീഡന കേസിലെ അതിജീവിത. കേസിൽ പ്രതിയായ BJP മുൻ MLA കുൽദീപ് സിംഗ് സെൻഗാറിൽ നിന്ന് ഭീഷണി തുടരുകയാണെന്നും നീതി വേണമെന്നുമാണ് അതിജീവിതയുടെ ആവശ്യം. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും കണ്ടിരുന്നു. കുൽദീപ് സെൻഗാറിനെ വിചാരണ കോടതി വിധിച്ച ജീവപര്യന്തം കഠിന തടവ് ദില്ലി ഹൈക്കോടതി മരവിപ്പിച്ചതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് അതിജീവിതയുടെ മാതാവ് പ്രതികരിച്ചിരുന്നു. ഡൽഹി മെട്രോയുടെ 5ാം ഘട്ട വിപുലീകരണത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. 3 റൂട്ടുകളിലായി ഏകദേശം 16 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് വിപുലീകരണ പദ്ധതി നടപ്പിലാക്കുക. 12,015 കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത്. ഡൽഹിയിൽ വായു ഗുണനിലവാരം മെച്ചപ്പെട്ടതോടെ നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകി സർക്കാർ. ഗ്രാബ് 4ാം ഘട്ടത്തിലെ നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. സ്കൂളുകളിൽ 6 മുതലുള്ള ക്ലാസുകൾക്ക് പൂർണ്ണമായും ഓൺലൈൻ ക്ലാസുകൾ ഒഴിവാക്കി. 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഹൈബ്രിഡ് മോഡിൽ ക്ലാസുകൾ തുടരും. BJP അനുകൂല പ്രതികരണങ്ങൾ തുടരുന്നതിനിടെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയെ അനുസ്മരിച്ച് ശശി തരൂർ MP. AB വാജ്പേയിയുടെ 101ാം ജന്മദിനത്തിലാണ് തരൂർ അദ്ദേഹത്തെ അനുസ്മരിച്ചത്. വാജ്പേയിയുടെ രാഷ്ട്രീയ ജീവിതത്തെയും ഭരണ നൈപുണ്യത്തെയും പുകഴ്ത്തി അദ്ദേഹം മരിച്ച വേളയിൽ തന്റെ ബ്ലോഗിൽ എഴുതിയ ലേഖനം തരൂർ വീണ്ടും പങ്കുവച്ചിട്ടുമുണ്ട്. കർണാടകയിലെ യലഹങ്കയ്ക്കടുത്തുള്ള കുഗിലു ഗ്രാമത്തിൽ കയ്യേറ്റമാരോപിച്ച് 400ഓളം വീടുകൾ അധികൃതർ പൊളിച്ചുമാറ്റി. ശനിയാഴ്ചയായിരുന്നു സംഭവം. ഗ്രേറ്റർ ബാംഗ്ലൂരു അതോറിറ്റി ഉദ്യോഗസ്ഥരാണ് പോലീസ് സംരക്ഷണത്തോടെ ഫക്കീർ കോളനിയിലും വസീം ലേഔട്ടിലും വീടുകൾ പൊളിച്ചുമാറ്റിയത്. പിന്നാലെ സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉടലെടുത്തു. മൈസൂരു കൊട്ടാരത്തിന് സമീപം സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. ബലൂൺ വിൽപ്പനക്കാരൻ ഉപയോഗിച്ചിരുന്ന ഹൈഡ്രജൻ ഗ്യാസ് സിലിണ്ടർ ആണ് പൊട്ടിത്തെറിച്ചത്. ഇന്നലെ രാത്രി 8:45ഓടെയാണ് സംഭവം. ബലൂൺ വിൽപ്പനക്കാരനും ഇദ്ദേഹത്തിന്റെ അടുത്ത് ബലൂൺ വാങ്ങാനെത്തിയ വ്യക്തിയുമാണ് മരിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കംബോഡിയയിലെ ഹിന്ദു ദൈവത്തിന്റെ വിഗ്രഹം തായ് സൈന്യം തകർത്ത സംഭവത്തെ അപലപിച്ച് ഇന്ത്യ. തായ്വാൻ കംബോഡിയ സൈനിക സംഘർഷം തുടരുന്നതിനിടെ ഇത്തരം അനാദരവ് നിറഞ്ഞ പ്രവർത്തികൾ ലോകമെമ്പാടുമുള്ള ഹിന്ദു മത അനുയായികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതാണെന്നും അത് നടക്കാൻ പാടില്ലാത്തതാണെന്നും ഇന്ത്യ പറഞ്ഞു. തായ്ലാന്റ് സൈന്യം വിഷ്ണു വിഗ്രഹം തകർക്കുന്നതിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനെ തുടർന്ന് ഇന്ത്യ അപലപിച്ചതിന് പിന്നാലെ വിശദീകരണവുമായി തായ്ലൻഡ്. തായ് കംബോഡിയൻ അതിർത്തി പ്രദേശമായ ചോങ് ആൻ മായിലാണ് തായ് മേഖലയുടെ മേൽ നിയമവിരുദ്ധമായി പരമാധികാരം അവകാശപ്പെടാൻ കംബോഡിയൻ പട്ടാളക്കാർ പ്രതിമ സ്ഥാപിച്ചുവെന്നും സുരക്ഷാ കാരണങ്ങളാലാണ് പ്രതിമ പൊളിച്ച് നീക്കിയതെന്നും തായ്ലൻഡ് അധികൃതർ അറിയിച്ചു. ഏതെങ്കിലും മതങ്ങളുടെ വിശ്വാസം വ്രണപ്പെടുത്താനോ പവിത്രമായ സ്ഥാപനങ്ങളെ അനാദരവ് പ്രകടിപ്പിക്കാനോ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല നടപടിയെന്നും മറിച്ച് തായ്ലാന്റിന്റെ പരമാധികാരത്തിന് കീഴിലുള്ള പ്രദേശങ്ങളുടെ നിയന്ത്രണം തിരിച്ചുപിടിക്കാനും സുരക്ഷയ്ക്കും വേണ്ടി മാത്രമായിരുന്നു നടപടികളെന്നും അവർ വ്യക്തമാക്കി. ബംഗ്ലാദേശിൽ മറ്റൊരു ഹിന്ദു യുവാവിനെ കൂടി ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയതായി റിപ്പോർട്ട്. ധാക്കയിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ അകലെയുള്ള രാജ്ബാരിയിലെ പങ്ഷ ഉപജില്ലയിലെ 29കാരനായ അമൃത് മൊണ്ടൽ എന്ന സമ്രാട്ടാണ് കൊല്ലപ്പെട്ടതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അതേസമയം സാമ്രാട്ട് ബെഹിനി എന്ന ക്രിമിനൽ സംഘത്തിന്റെ നേതാവായിരുന്നുവെന്ന റിപ്പോർട്ടുകളുമുണ്ട്. 2 ദശാബ്ദത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം ഖാലിദ സിയയുടെ മകനും BNP ആക്ടിംഗ് ചെയർമാനുമായ താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിലേക്ക് തിരിച്ചെത്തി. ഫെബ്രുവരിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വൻ വിജയം നൽകി പ്രധാനമന്ത്രിയാവുക എന്തായിരിക്കും താരിഖ് റഹ്മാന്റെ ലക്ഷ്യം. ഇന്ത്യ ചൈന അതിർത്തിയിൽ അരുണാചൽ പ്രദേശ് സംഘർഷ മേഖലയായി ഉയർന്നുവരാൻ സാധ്യതയുണ്ടെന്ന് പെന്റഗൺ റിപ്പോർട്ട്. അരുണാചൽ പ്രദേശിന് മേൽ ചൈന അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് US കോൺഗ്രസിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. ക്രിസ്മസ് ദിനത്തിലും രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തി. ഇതൊരു ക്രിസ്മസ് ആശംസയാണോ അതോ രാഷ്ട്രീയ ആക്രമണമാണോ എന്ന ചർച്ചകൾക്ക് വഴിവെക്കുന്നതായിരുന്നു ട്രംപിന്റെ ക്രിസ്മസ് സന്ദേശം. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ പങ്കുവച്ച സന്ദേശത്തിൽ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന തീവ്ര ഇടതുപക്ഷ മാലിന്യങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു എന്നാണ് ട്രംപ് കുറിച്ചത്.
റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ നശിച്ചു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളോദിമിർ സെലൻസ്കി ക്രിസ്മസ് തലേന്ന് എക്സിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ സന്ദേശത്തിലാണ് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നവും ആഗ്രഹവും പോലെ ആ വ്യക്തി നശിച്ചു പോകട്ടെ എന്ന് പുതിന്റെ പേര് പരാമർശിക്കാതെ സെലൻസ്കി പുതിന്റെ അവസാനത്തിനായി പ്രാർത്ഥിച്ചത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.